Hi dears, welcome to ASHBICREATIONS. ഇന്ന് നമ്മൾ ഒരു നെക്ക് ഡിസൈൻ ആണ് ചെയ്യുന്നത്. ടോപ്പ് പാർട്ടി വെയർ നെക്ക് ഡിസൈൻ ആണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഷുഗർ ബീഡ്സ് എടുത്തിട്ടുണ്ട്, കട്ട് ബീഡ്സ് ഉണ്ട്, പിന്നെ നമുക്ക് ഗോൾഡൻ കളറിലെ സീക്വൻസും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 3 ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു പാർട്ടി വെയർ സൽവാർ സെറ്റിൻ്റെ നെക്ക് ഡിസൈൻ നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് നെക്കിൻ്റെ ബോർഡർ ഭാഗമാണ് നമ്മൾ ബീഡ്സ് വെച്ചിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു ബോർഡർ ഭാഗമാണ് കേട്ടോ. ഫസ്റ്റ് ഒരു ഷുഗർ ബീഡ് എടുക്കുക, എന്നിട്ട് നിന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിനകത്തൂടി വേണം ത്രെഡ് കയറ്റിയിട്ട് അടുത്ത ബീഡ് നമ്മൾ എടുത്തു കൊടുക്കാനായിട്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു നോർമൽ നീഡിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ ബീഡ്സൊക്കെ നല്ല ഫിക്സായിട്ട് ഇങ്ങനെ ഇരുന്നോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കെട്ടിയിട്ട് ഇങ്ങനെ ഓരോ ബീഡ്സിൻ്റെ ഇടയിൽ കൂടി കൊണ്ടുവരുന്നത്. അപ്പം നമുക്ക് വാഷ് ചെയ്താലൊന്നും ഊരി പോരത്തൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്തു പോകുന്നത്. ബോർഡർ ലൈനാണിത്, നെക്ക് മാർക്ക് ചെയ്യുന്ന ബോർഡർ ലൈന്. പിന്നെ ഇവിടെ പിക്ചറൊന്നും കാണിക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് ചെയ്തേക്കുന്നതെന്ന്. വലിയ പ്രയാസമുള്ള ഡിസൈനൊന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. പക്ഷേ ഹെവി വർക്കാണെന്നേ ഉള്ളൂ. നമുക്ക് ഡിസൈൻ വരയ്ക്കാനൊന്നും പ്രയാസമില്ല. അത് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. നെക്കിന് എത്ര ഇഞ്ച് താഴേക്ക് വേണം. ഇത് റൗണ്ട് നെക്കാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ റൗണ്ട് ഷേപ്പിൽ തന്നെ താഴേക്ക് എത്ര ഇഞ്ച് വേണം എന്നുള്ളത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ആ ഒരു 2 ലൈൻ, അതായത് നെക്ക് മാർക്ക് ചെയ്യുന്ന ലൈനും താഴേക്ക് എടുത്തിട്ടുള്ള ആ ഒരു ലൈൻ്റെയും ആ ഒരു അളവിൻ്റെ അകത്താണ് ഞാൻ ബാക്കിയുള്ള ഡിസൈൻസൊക്കെ നമ്മൾ വരച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ ബോർഡർ ലൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത് നോർമൽ നീഡിൽ വെച്ചിട്ടല്ലേ. അപ്പോൾ നമുക്കിത് ആരി നീഡിൽ വെച്ചിട്ടും ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് എന്താ പറയുക, ആരി നീഡിൽസ് യൂസ് ചെയ്യാൻ അറിയാൻ വയ്യാത്തവർക്ക് നോർമൽ നീഡിൽ വെച്ചിട്ട് ഇതുപോലെ ബോർഡർ ലൈൻ ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു പിക്ചർ കണ്ടോ, ഇത് ജസ്റ്റ് ഞാൻ കൈകൊണ്ട് തന്നെ വരച്ചിരിക്കുന്നത് കേട്ടോ. സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ ഒരു ബീഡൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിന് ചുറ്റിനും ഇത്രയും അളവിൽ നമ്മൾ ബീഡ്സ് എടുത്തിട്ട് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഓരോന്നിനും ഇടയ്ക്ക് ലോക്കിട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ ഇതിൻ്റെ സ്ലീവ് ഡിസൈൻ ഞാൻ അച്ചൂസ് ഡിസൈൻ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കണേ. ഇതിൻ്റെ സ്ലീവ് അതിൻ്റെ ഹെവി ആയിട്ടുള്ള സ്ലീവ് ഡിസൈൻ തന്നെയാണ് അതിലും ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നെക്ക് ഡിസൈനാണ് ഈ വന്നിട്ടുള്ളത്. അപ്പോൾ കാണാത്തവർ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ സ്ലീവും നെക്കും നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ബിഗിനേഴ്സിന് പറ്റിയിട്ടുള്ള ഒരു ഡിസൈനാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് കണ്ട് നോക്കുക കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് ആ ഒരു സ്ലീവ് ഡിസൈനും ചെയ്തെടുക്കാം. വലിയ ഹെവി, പക്ഷെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഹെവി വർക്കാണ്. പക്ഷെ നമുക്ക് ചെയ്യാൻ വലിയ പ്രയാസമൊന്നുമില്ല, കാരണം അതൊരു പാർട്ടി വെയർ സൽവാർ സെറ്റിൻ്റെ സ്ലീവും നെക്കുമാണ്. അപ്പോൾ ഇതുപോലെയാണ് നമ്മളുടെ ഈ ഒരു 2 ലൈനകത്തുള്ള ഡിസൈൻ വന്നിട്ടുള്ളത്. അപ്പോൾ മനസ്സിലായോ എങ്ങനെയാണ് ചെയ്തു പോകുന്നത്? അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനകത്ത് കുറേ സീക്വൻസും നമ്മുടെ കട്ട് ബീഡ്സും ഒക്കെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു സീക്വൻസും ഒരു കട്ട് ബീഡും എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് ഇങ്ങനെ അകറ്റി കൊടുക്കുക. കുറച്ച് ഗ്യാപ്പ് ഇട്ട് വേണം കൊടുക്കാനായിട്ട്. നമുക്ക് അതിനകത്ത് നമ്മുടെ ഈ ഒരു ഷുഗർ ബീഡ്സും കൂടെ നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം കുറച്ച് ഗ്യാപ്പ് ഇട്ട് കൊടുത്ത് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു ഷുഗർ ബീഡും കൂടെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് ചെയ്യാൻ പറ്റും, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനർ സൽവാർ സെറ്റാണ് കേട്ടോ അത്. അപ്പോൾ ഇനി നമുക്ക് താഴത്തെ ബോർഡർ ലൈൻ, നമ്മുടെ നെക്കിൻ്റെ താഴത്തെ, അതായത് നമ്മൾ താഴെയും മുകളിലും എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ലൈൻസ് വരച്ചിട്ടുണ്ടല്ലോ, അല്ല താഴത്തെ ബോർഡർ ലൈനിൽ ഇതുപോലെ ഒരു കട്ട് ബീഡും ഒരു സീക്വൻസും കൂടെ ഇതുപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ഔട്ട്ലുക്ക്. ഇങ്ങനെയാണ് വരുന്നത്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു പാർട്ടി വെയർ സൽവാർ സെറ്റിൻ്റെ നെക്ക് ഡിസൈനാണിത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ ഇതിൻ്റെ സ്ലീവ് ഡിസൈൻ കാണാത്തവർ പോയി സ്ലീവ് ഡിസൈൻ കൂടി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇതൊരു എളൻ കുർത്തിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു നെക്കും അതുപോലെ സ്ലീവും ഞാൻ ചെയ്തിട്ടുള്ളത്.
ഇത് നമുക്ക് പാർട്ടി വെയർ ആയിട്ട്, അതായത് സെറ്റായിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ദുപ്പട്ടയും കൂടെ നമുക്ക് വർക്ക് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്നും ഇഷ്ടമായെന്നും ഞാൻ കരുതുന്നു. അപ്പോൾ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്നും പറഞ്ഞുള്ള ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു ഡ്രസ്സ് ഡിസൈനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്